ടില്ലി എന്തൊക്കെയാണ്? അയ്യോ ഇത് തിന്നണല്ല ദൈവമേ, തിന്നാനൊക്കെ വന്നിട്ടുണ്ട്. നല്ലോണം ബ്രൈറ്റ് ആയിട്ടുണ്ട്, ഒരു ഗ്ലോയും തോന്നുന്നുണ്ട്. കണ്ടോ? പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കിൻ ബ്രൈറ്റ് ആവും, ടാനൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പോകും. ഒരു ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അതായത് നമ്മുടെ മുഖത്തെ കരിവാളിപ്പും കറുത്ത പാടുകളൊക്കെ പോയിട്ട് ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ടും ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയിങ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യണം ഒരു അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, എന്താണ് പാക്ക് ഒന്ന് വേഗം ഒന്ന് കണ്ടിട്ട് വരാം. പാക്കിൻ്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തക്കാളി വെച്ചിട്ട് ഒരുപാട് ഫേസ് പാക്ക് നമ്മളുടെ ഈ ചാനലിൽ കൂടി ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല എഫക്റ്റീവാണ്. ഈ ഒരു പാക്കും നല്ല എഫക്റ്റീവാണ് കേട്ടോ. തക്കാളി നമുക്കറിയാം നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആവാനായിട്ടും നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പോൾ ഈ ഒരു പാക്കും നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയും ബ്രൈറ്റനിങ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 2-2.5 സ്പൂണോളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വേണം, ചെറിയൊരു തക്കാളി മതി കേട്ടോ. ഇതെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോർ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ ഒരു 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ, അര ടീസ്പൂൺ. ഇനി നെക്സ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ തേനാണ് കേട്ടോ. തേൻ ഒരു 1/2 ടീസ്പൂൺ തേനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ടില്ലി എന്തൊക്കെയാണ്? അയ്യോ ഇത് തിന്നണല്ല ദൈവമേ, തിന്നാനൊക്കെ വന്നിട്ടുണ്ട്. കൊണ്ടുപോകും, ഞാൻ പോയി കയ്യൊക്കെ കഴുകിയിട്ട് കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കൊളാക്കും. ഇപ്പോൾ ഞങ്ങളുടെ പുതിയ പെറ്റാണ് കേട്ടോ, ലില്ലി എന്നാണ് പേര്. ഭയങ്കര കുറുമ്പാണ്, നമ്മളുടെ മേത്തോട്ട് ചാടി വരും. പിന്നെ ഇപ്പോൾ ഞാൻ ആ പാക്കൊക്കെ വെച്ചിട്ട് അത് തിന്നാൻ നോക്കണം. അവൾക്ക് എനിക്ക് തോന്നുന്നു വിശക്കനുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അവൾക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുത്ത്. അപ്പോഴേക്കും എൻ്റെ പാക്കാണെങ്കിലും നന്നായിട്ട് ഡ്രൈ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് പൊളിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റിസൾട്ട് എന്ന് പറയാൻ. നന്നായിട്ട് തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണേ. കണ്ടോ, കഴുത്തിൻ്റെ ഭാഗത്തും ഈ ഫേസും തമ്മിലുള്ള ഇവിടെയൊന്നും ഞാൻ അധികം അങ്ങോട്ട് ഇട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇവിടം വരെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് കട്ടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, വ്യത്യാസമില്ല, നല്ല വ്യത്യാസം തോന്നണില്ല. നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ക്യാമറയിൽ കൂടെ എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്നാലും നല്ലോണം ബ്രൈറ്റ് ആയിട്ടുണ്ട്, ഒരു ഗ്ലോയും തോന്നുന്നുണ്ട്. കണ്ടോ, ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കിൻ ബ്രൈറ്റ് ആവും, ടാനൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പോകും. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയും ബ്രൈറ്റനും കിട്ടുന്ന ഒരു പാക്കാണ്. കറുത്ത പാടുകളൊക്കെ പോകാനായിട്ടാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. അതായത് 1 മാസം 2-3 മാസത്തോളം അടുപ്പിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഈ കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് തന്നെ ഫെയ്ഡ് ആവുന്നതായിരിക്കും. ഞാൻ ഇങ്ങനെ പാക്കുകൾ, എൻ്റെ മുഖത്ത് നല്ലോണം പാടുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഈ മുഖക്കുരുവിൻ്റെ പാടുകൾ, അങ്ങനെയുള്ള പാടുകളൊക്കെ ഇഷ്ടമാതിരി ഉണ്ടായിരുന്നതാണ്. അതെല്ലാം അത്യാവശ്യം ഒന്ന് ഫെയ്ഡായി കിട്ടിയത് ഇതേപോലെയുള്ള ഹോം റെമഡീസൊക്കെ ചെയ്തിട്ടാണ്. റെമഡീസൊക്കെ ചെയ്താണ് എൻ്റെ ഫേസിൽ കറുത്ത പാടുകളൊക്കെ അത്യാവശ്യം ഒന്ന് ഫെയ്ഡാക്കി കൊണ്ടുവന്നേക്കുന്നത്.
അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നല്ല എഫക്റ്റീവാണ്. കുറേ ബെനിഫിറ്റ്സ് ആണുള്ളത്. അതായത് നമ്മൾക്ക് ടാൻ അതായത് കരിവാളിപ്പ് പോകും, പിഗ്മെൻറ്റേഷൻ പോകും, പിന്നെ കറുത്ത പാടുകൾ പോകും, ഡിസ്കളറേഷൻ പോകും. അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസിനും ഒരു സൊല്യൂഷൻ തന്നെയാണ് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇത് നമ്മൾ ഒരാഴ്ചയിൽ ഒരു 2 ടൈംസ് അങ്ങനെ മാസത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവായിരിക്കും. നമുക്ക് ഈ ഒരു കളർ ഉണ്ടല്ലോ, ഈ ഒരു ബ്രൈറ്റനിങ് ആ ഒരു എഫക്റ്റ് നമുക്ക് പെർമനൻ്റ് ആക്കി എടുക്കാനും പറ്റും. അതെത്ര ഡസ്കി സ്കിൻ ടോൺ ആരാണെങ്കിലും നമുക്കത് ആ ഒരു കളർ നന്നായിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്ത് നന്നായി ഷെയ്ഡ് മാറ്റിയെടുത്തുകൊണ്ട് വരാൻ പറ്റും. അതാണ് ഈ ഒരു ഹോം റെമഡി അല്ലെങ്കിൽ DIY ആയിട്ടുള്ള പാക്കുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കണം. അതായത് ഒരു കുറച്ച് നാൾ ഇട്ട് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത മാസം ഇട്ട് അങ്ങനെ ഇട്ടതുകൊണ്ടായില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ അങ്ങനെ തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയല്ലേ എപ്പോഴും, പ്രത്യേകിച്ച് എക്സ്പെൻസീവ് അധികം വിലയൊന്നും വന്നില്ല, വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര പൈസയൊന്നും ആവില്ലല്ലോ. അപ്പോൾ ഈ പാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാം നിങ്ങൾക്ക് ഒന്ന് കമൻ്റായിട്ടും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് നല്ലൊരു കണ്ടൻറ്റായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അതുവരേക്കും ബൈ.